ഹായ് നമസ്കാരം. നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പരിചയപ്പെടുത്താൻ പോകുന്നത് കിച്ചൺ വേസ്റ്റിനെ കമ്പോസ്റ്റ് ആക്കി മാറ്റുന്ന ഒരു പ്രൊഡക്റ്റ്. നമ്മൾ വേസ്റ്റുകളെല്ലാവരും വഴിവെക്കൽ അല്ലെങ്കിൽ റോഡ് സൈഡിലൊക്കെ വലിച്ചെറിയുന്ന പ്രവണതയാണ് കൂടുതൽ എല്ലാവർക്കും കാണുന്നത്. നമ്മൾ റോഡിൽ കൂടെ പോകുമ്പോൾ സ്ഥിരം കാണാവുന്ന ഒരു കാര്യങ്ങളാണ്. അപ്പോൾ ഇതിനെ നമുക്ക് വീട്ടിലുണ്ടാവുന്ന വേസ്റ്റുകൾ, അതായത് കിച്ചൺ വേസ്റ്റുകൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതിൽ കൂടെ ഒരു വളമാക്കി മാറ്റാം. അപ്പോൾ നമ്മളുടെ തന്നെ ചെടികൾക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. വലിച്ചെറിയണ പ്രവണത പരമാവധി നമുക്ക് ഒഴിവാക്കാം. വീടുകളിൽ വീട് സ്ഥലമൊക്കെ നീറ്റായിരിക്കണം, പക്ഷേ നമ്മളുടെ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ വേസ്റ്റുകൾ കൊണ്ട് തള്ളും. അപ്പോൾ അതിനുള്ള പരിഹാരമാണത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരമാകും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാനിത് പരിചയപ്പെടുത്താം. കോട്ടയം ജില്ല കാഞ്ഞിരപ്പള്ളി എന്ന സ്ഥലത്ത് അമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജാണ് ഈ പ്രൊഡക്റ്റ് വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. ഇത് മാർക്കറ്റ് ചെയ്യുന്നത് ഫോപ്പ് സൊല്യൂഷനാണ്. അപ്പോൾ ഞാൻ ഇന്ന് മേടിച്ചുള്ളൂ. അപ്പോൾ നിങ്ങൾക്കും കൂടി അത് പരിചയപ്പെടുത്താൻ വിചാരിച്ചു. അപ്പോൾ നമുക്ക് കിടക്കാം. അപ്പോൾ ഇങ്ങനെ 3 ലെയറാണ് ഇതിൽ വരിക. 3 ലെയർ, 2 ലെയർ ഉണ്ട്, 3 ലെയർ ഉണ്ട്. ഞാൻ മേടിച്ചിരിക്കുന്നത് 3 ലെയറാണ്. ഞങ്ങൾക്ക് ഇവിടെ അത്യാവശ്യം സ്ഥലമുണ്ട്. തെങ്ങിൻ്റെ കിടക്കൊക്കെ നമുക്ക് വേണമെങ്കിൽ വേസ്റ്റ് ഇടാം. പക്ഷെ നമ്മൾ അതും കൂടി നോക്കിയിട്ട് സ്മെല്ലും കാര്യങ്ങളും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് വളമാക്കി മാറ്റം ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ പ്രൊഡക്റ്റ് മേടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ മേടിച്ചിരിക്കുന്നത് 3 ലെയറിൻ്റെയാണ്. 1 2 3 3 ലെയർ. അപ്പോൾ നമുക്കത് ഫിറ്റ് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഇത് ബേസ് ഇത് പിടിപ്പിക്കാം. അപ്പോൾ ഇതിലുള്ളത് ഇത് ചകിരിച്ചോറാണ്. ഇതിൽ കുറച്ച് സൂക്ഷ്മാണുക്കൾ ഇങ്ങനെയൊക്കെ ഉണ്ട്, ബാക്ടീരിയാസ്. അതായത് നമ്മളുടെ ഈ വേസ്റ്റിനെ വളമാക്കി മാറ്റാവുന്ന ബാക്ടീരിയാസുകളുണ്ട്. ഇത് അവർ വികസിപ്പിച്ചെടുത്തതാണ്. അവരെന്ന് തന്നെയാണ് ഈ പ്രൊഡക്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ ഈ ബേസിൽ ഇപ്പോൾ ഞാനിത് ഫില്ല് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് കാണിക്കുന്നതിന് മുമ്പ് തന്നെ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് കണ്ടോ, ഇങ്ങനെ ചകിരിച്ചോറ് പൊടിച്ചതാണത്. ഇതിൽ ചെറിയ സൂക്ഷ്മ ജീവികളുണ്ട്, ബാക്ടീരിയാസും ഉണ്ട്. കമ്പോസ്റ്റ് ആക്കണം. ഇത് ആദ്യം വെച്ചു. അതിനുശേഷം ഈ ലെയർ പിടിപ്പിക്കുക. ഈ ലെയർ നമ്മൾ വെച്ചു. ഈ ലെയറിൻ്റെ ഉള്ളിലും ഇത് തന്നെ ഇതുപോലെ നമ്മൾ ഇട്ട് കൊടുക്കണം. അതായത് വേസ്റ്റ് ഇടുന്നേക്കാളും മുമ്പ് ലെവല് ഇത്തിരി തിക്നെസ്സിൽ 1 ഇഞ്ച് തിക്നെസ്സിൽ ഇത് ഇട്ട് കൊടുക്കുക. അതിനുശേഷം അടുത്ത ബിന്നിൻ്റെ ബേസ് ഇത് ഔട്ടർ ലെയർ. ഇപ്പോൾ ഇതിൽ ചെറിയ ഹോൾസ് കാണാം. ഇത് എയർ സർക്കുലേഷൻ പ്രോപ്പറായിട്ട് നടക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചെറിയ ഹോൾസ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ബാഡ് സ്മെല്ലും കാര്യങ്ങളൊന്നും വരില്ല. അതിനുശേഷം ഇത് വയ്ക്കുക. ഔട്ടർ ലെയർ വെച്ചു. അപ്പോൾ നമുക്ക് സെക്കൻഡ് ബിന്നിൻ്റെ ബേസ് നമുക്ക് പിടിപ്പിക്കുക. അതിൽ സെക്കൻഡ് ബിന്നിൻ്റെ ബേസ് പിടിപ്പിച്ചു. അതിൽ ഇതുപോലെ തന്നെ നമ്മൾ ചകിരിച്ചോറ് അവർ തരും. ഈ പൊടി അവർ തരും, ചകിരിച്ചോറ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. പിന്നെ കുറച്ച് വേറെ കണ്ടൻ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ ബേസ്മെൻറ്റിൽ ഇത്തിരി തിക്നെസ്സിൽ ഇട്ട് കൊടുക്കുക. ഈ ലൈൻ ലെവലിൽ നമ്മൾ ഇട്ട് കൊടുക്കുക. അതിനുശേഷം അപ്പോൾ നമ്മൾ ഇതിൻ്റെ സെക്കൻഡ് ബിന്നിൻ്റെ ഇന്നർ ലെയർ ഇത് പിടിപ്പിച്ചു. അതിലിതുപോലെ തന്നെ ഇത് ചകിരിച്ചോറ് നമ്മൾ നിറച്ചിട്ടുണ്ട്. ഈ പൊടി നിറച്ചു. അതിനുശേഷം നമ്മൾ ഔട്ടർ ലെയർ എടുത്ത് നേരെ ഇതിൽ കറക്റ്റായിട്ട് വയ്ക്കുക. ഇത് കറക്റ്റായിട്ട് ഇരിക്കണം കേട്ടോ, ഗ്യാപ്പ് വരരുത്. കറക്റ്റായിട്ട് ഔട്ടർ ലെയർ പിടിപ്പിച്ചു. വീണ്ടും നേരത്തെ ചെയ്ത അതേ തന്നെ തേർഡ് ബിന്നിൻ്റെ ബേസ് വെച്ചു. പിടിപ്പിച്ചു. അതിലിതേതുപോലെ ചകിരിച്ചോറ് ഫില്ല് ചെയ്തു. ഈ ലെവലിൽ നേരത്തെ തന്നെ ഫില്ല് ചെയ്ത് വെച്ചേക്കാണ്. ഫില്ല് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഇതിൻ്റെ ഇന്നർ ലെയർ ഇത് കണ്ടില്ലേ, ചകിരിച്ചോറ് നിറച്ച് വെച്ചേക്കാണ്. ഈ ചകിരിച്ചോറ് നിറയ്ക്കുന്നതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 2 ലെയറിലും ബേസിലും ഇന്നറിലും ചകിരിച്ചോറ് നിറയ്ക്കുന്നതിന് ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചകിരിച്ചോറ് ഇതിൽ ചെറിയ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ അതും കൂടി വലിച്ചെടുത്തോളും.
പിന്നെ ഈ ടൈപ്പ് ബിന്നിൽ, ഈ ടൈപ്പ് കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റിൽ നമ്മൾ വെള്ളത്തിൻ്റെ അംശമുള്ള കൂടുതൽ വേസ്റ്റ് ഇടാൻ പാടില്ല. കാരണം വെള്ളം ഇടാൻ പറ്റുന്ന ടൈപ്പല്ല, സ്ലറി എടുക്കാൻ പറ്റുന്ന ടൈപ്പല്ല. അപ്പോൾ നമ്മളിപ്പോൾ വീട്ടിലെ വേസ്റ്റുകളാകുമ്പോൾ കൂടുതൽ വെള്ളം ഉണ്ടെങ്കിൽ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് വേണം ഇതിലിടാനായിട്ട്. ഔട്ടർ ലെയർ പിടിപ്പിച്ച് കഴിഞ്ഞു. ഇനി ഇതിലിടുന്ന രീതി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് വേസ്റ്റ് ഇടാൻ പോകണം. കുറച്ച് ഫ്രൂട്ട്സിൻ്റെ വേസ്റ്റ് ഉണ്ട് നമ്മളതിൽ. ആ വേസ്റ്റ് നമ്മൾ അതൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാ ഏരിയയിലേക്കും, മൊത്തം ഏരിയയിലേക്കും വീഴാവുന്ന രീതിയിൽ, അത് കൂട്ടിയിടരുത്. കൂട്ടിയിടാതെ ചെയ്യണം. എല്ലാ ഏരിയയിലേക്കും ഒരു കമ്പ് വെച്ചിട്ട് ചെയ്താൽ മതി. എല്ലാ ഏരിയയിലേക്കും ഇടുക. ഇട്ടിട്ട് നമ്മൾ ഇതേ പൊടി തന്നെ, സെയിം പൊടി തന്നെ ഇതിങ്ങനെ വിതറി കൊടുക്കുക. ഇതിന് ചുറ്റും ഇതിലേക്ക് എല്ലാത്തിലേക്കും എത്തണം കേട്ടോ. ഇതിങ്ങനെ വിതറി കൊടുക്കുക. കുറച്ചും കൊണ്ട് ഇടുക. ഇങ്ങനെ വിതറി കൊടുക്കുക. അപ്പോൾ ഇതിൽ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെള്ളത്തിൻ്റെ അംശം ധാരാളം ഒഴിക്കാൻ പാടില്ല. ചെറിയ അംശമാണെങ്കിൽ കുഴപ്പമില്ല. കാരണം എന്നുണ്ടെങ്കിൽ ഇത് ചകിരിച്ചോറ് വലിച്ചെടുത്തോളും. അതിനുശേഷം നമ്മളിപ്പോൾ വേസ്റ്റ് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, പരമാവധി നമ്മൾ ഈവനിങ്ങിൽ വേസ്റ്റ് പരമാവധി എല്ലാം കൂടിയിട്ട് കളക്ട് ചെയ്തതിന് ശേഷം ഇടാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഒറ്റ ലെയറിൽ, അതായത് ഭയങ്കര ഹൈറ്റിൽ, അതായത് ഈ ഹൈറ്റിലൊക്കെ വേസ്റ്റ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ പൊടി ഇടരുത്. ഒരു 1 ഇഞ്ച് അല്ലെങ്കിൽ 1.5 ഇഞ്ച് ഹൈറ്റിലൊക്കെ വേസ്റ്റ് ആയതിനു ശേഷം ഈ പൊടി ഇട്ട് കൊടുക്കുക. ഈ പൊടി ഇട്ടതിന് ശേഷം വീണ്ടും നമ്മളതിലുള്ള വേസ്റ്റ് വീണ്ടും ഇടുക. മാക്സിമം ഒരു 1.5-2 ഇഞ്ച് ഹൈറ്റിൽ മാത്രം വേസ്റ്റ് ആയതിനു ശേഷം പൊടി ഇട്ട് കൊടുക്കുക. അല്ലാണ്ട് ഭയങ്കര ഒരു 4-5 ഇഞ്ച് അത്ര വേസ്റ്റ് ഉണ്ടെങ്കിൽ അതിട്ടിട്ട് പൊടി ഇടാൻ നിൽക്കരുത്. അതിനുശേഷം നമ്മളുടെ അവസാനത്തെ ഇതാണ്, ഈ ഭാഗം പിടിപ്പിക്കുക. ഇതാണ് ടോപ്പ് ഭാഗം. ടോപ്പ് പിടിപ്പിച്ചു. പിന്നെ അതിൻ്റെ ടോപ്പ് ഇത്. അപ്പോൾ ഇതിൻ്റെ ഇതുണ്ട്. കാരണം എന്നുണ്ടെങ്കിൽ ഇതിലൊരു ഗ്യാപ്പ് പോലും വരാത്ത രീതിയിൽ, ഒരു ഗ്യാപ്പ് പോലും ഇതിൽ, ഈ സ്പേസിൽ നിന്നൊരു ഗ്യാപ്പ് പോലും വരാത്ത രീതിയിൽ വേണം ഇത് മൂടി വയ്ക്കാനായിട്ട്. കാരണം എന്നുണ്ടെങ്കിൽ ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ ഈച്ച കൊതുക് അതിൻ്റെ ഉള്ളിൽ വന്നിരിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതുമാത്രമല്ല വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിതിൽ വേസ്റ്റ് ആയ ശേഷം 2-3 ദിവസം കൂടുമ്പോൾ ഒരു എന്തെങ്കിലും കമ്പി എന്തെങ്കിലും ഒന്ന് കുത്തി ഇളക്കി കൊടുക്കണം. കാരണം എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കറക്റ്റ് എയർ സർക്കുലേഷൻ പ്രോപ്പറായിട്ട് എല്ലാവർക്കും എത്താൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഫിറ്റിംഗ് കഴിഞ്ഞു. അപ്പോൾ ഇതിൽ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് പോർട്ടബിളാണ്. നമുക്ക് എവിടെ കൊണ്ടുപോയി വയ്ക്കാൻ പറ്റും. പിന്നെ മഴയത്താണെങ്കിലൊക്കെ വയ്ക്കാം, ബേസ് ഇങ്ങനെ അടപ്പുള്ളതുകൊണ്ട്. വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇതിൽ ഫില്ലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇതിൽ ഏകദേശം ഒരു 30 ലിറ്ററിൻ്റെ കപ്പാസിറ്റിയാണ് ഓരോ ബിന്നിന് വരുന്നത്. അപ്പോൾ ഇത് ഫില്ലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെടുത്ത് മാറ്റുക, അടിയിലേക്ക് വയ്ക്കുക, അടിയിലത്തെടുത്ത് മുകളിലേക്ക് വയ്ക്കുക. അങ്ങനെ ഒരു 30-35 ദിവസം പിടിക്കും ഇത് കമ്പോസ്റ്റായി വരാൻ. കമ്പോസ്റ്റായി കഴിഞ്ഞാൽ വീണ്ടും ഇതെടുത്ത് നമുക്ക് ചെടികൾക്കൊക്കെ ഉപയോഗിക്കാം. അതിനുശേഷം ഇതേ പ്രോസസ്സ് തന്നെ, ഏറ്റവും ബേസിൽ നമ്മളുടെ മിക്സ് ഇടുക. അതിന് ശേഷം അതിൻ്റെ ഇന്നർ ബിന്ന് വയ്ക്കുക. ഇന്നർ ബിന്നിൽ വീണ്ടും മിക്സ് ഇട്ടതിന് ശേഷം വേസ്റ്റ് ഇടുക. ഓരോ വേസ്റ്റ് ഇട്ട ശേഷം, അതായത് ഒരു കൂടുതൽ വലിയ തിക്നെസ്സിൽ ഇടരുത്, ഒരു 2 ഇഞ്ചൊക്കെ മാക്സിമം തിക്നെസ്സിൽ ഇടുക. ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ ആ മിക്സ് ഇട്ട് കൊടുക്കുക. വീണ്ടും നമ്മൾ അടുത്ത ദിവസത്തെ വേസ്റ്റ് ഇടുക. പരമാവധി എല്ലാ ദിവസവും ഈവനിങ് വേസ്റ്റ് ഇടാൻ നോക്കുക. പിന്നെ ഡ്രൈ വേസ്റ്റ് പരമാവധി യൂസ് ചെയ്യുക. കൂടുതൽ ഒഴിക്കാൻ പാടില്ല അതിലേക്ക്. ഇത്ര കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇതെല്ലാ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരമാകുന്ന ഒരു പ്രൊഡക്റ്റാണ്. കാരണം വേസ്റ്റ് നമ്മൾ ഇങ്ങനെ വലിച്ചെറിയാതെ അല്ലെങ്കിൽ കിറ്റിലാക്കി ഓരോ പറമ്പിലോ അല്ലെങ്കിൽ റോഡ് സൈഡിലൊക്കെ കൊണ്ട് എറിയണേക്കാളും നല്ലത് നമ്മളുടെ വീട്ടിൽ തന്നെ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് വലിച്ചെറിയാതിരിക്കുകയും ചെയ്യാം. സ്മെല്ല് കാര്യങ്ങൾ വരില്ല. അതുപോലെ തന്നെ അതിനൊരു നമ്മളൊരു കമ്പോസ്റ്റാക്കി വളമാക്കി മാറ്റി നമ്മളുടെ വീട്ടിലെല്ലാ ചെടികൾക്കൊക്കെ ഇട്ട് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ വില എന്ന് പറയുന്നത്, ഇത്രയും ബിന്നിന് വരുന്ന റേറ്റ് 4700 രൂപയ്ക്കാണ് ഞാൻ മേടിച്ചത്. പഴുവിൽ, തൃപ്രയാർ ഭാഗം, തൃശ്ശൂർ ജില്ലയിൽ തൃപ്രയാർ പഴുവിൽ നിന്ന് ആണ് ഇതിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഉള്ളത്. അവരാണ് ഗ്രീൻ അസോസിയേറ്റ്സോ അങ്ങനെ എന്താ പേരാണ്. അവരെന്ന് ഞാൻ മേടിച്ചിരിക്കുന്നത് 4700 രൂപയാണ്. 2 ലെയർ ആണെങ്കിൽ 3900 ഈ റേറ്റാണ് വരുന്നത്. പിന്നെ അതിൻ്റെ സർവീസും കാര്യങ്ങളൊക്കെ അവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു 15 ഡേയ്സ് കഴിഞ്ഞാൽ അവർ തന്നെ വന്ന് നോക്കും. ഇതിൻ്റെ കറക്റ്റ് വർക്കിംഗ് പ്രോപ്പർ ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അവർ വരും. അപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് വീഡിയോ, അതായത് 30-35 ദിവസം കഴിയുമ്പോൾ ഇതിൽ കമ്പോസ്റ്റ് വരുന്ന രീതിയും എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കിയിട്ട് കറക്റ്റായിട്ട് റിവ്യൂ ഞാൻ ഒരു 30-35 ദിവസത്തിന് ശേഷം ഞാനിടാം. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാം.
അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.